ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാനൽ കട്ട് ചെയ്ത് വന്നേക്കുന്ന 3-piece സെറ്റ്, അനാർക്കലിയുടെ 3-piece സെറ്റ് എന്ന് വേണം പറയാം. നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് കേട്ടോ. 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളറിലേക്കാണ്. അതിനകത്തേക്ക് ഒരു ടീൽ ഗ്രീനോടെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ. നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോഴേ ഇതിന്റെ ഒരു കളറിന്റെ അത്രയും ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്തേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മളൊരു റെഡിഷ് മെറൂൺ കളറിലെ ഒരു ത്രെഡ്സിന്റെ എംബ്രോയിഡറി വർക്കും സ്കാലപ്പ് ഡീറ്റെയിലിംഗും കൂടെ ദുപ്പട്ടയിലേക്ക് വന്നേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കും ടോപ്പിന്റെ ഹെം ലൈനിലേക്കുമായിട്ടും ആ സെയിം കളറിന് തന്നെ ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കലിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കുഞ്ഞു കുഞ്ഞു പാനൽസ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗിലേക്കും കൂടെയാണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ വേറെ 3 ഷെയ്ഡ്സും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. ഷെയ്ഡ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്, ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ്, നമ്മളൊരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് എന്ന് പറയാം. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ത്രെഡ് എംബ്രോയിഡറി ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാട്ടോ. നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ്. ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ കളറിലെ ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ജോർജറ്റിലെ പാനൽ കട്ട് അനാർക്കലീസ് നമ്മൾ ഒരുപാട് ഹിന്ദി തമിഴ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഒരു കാലത്തും ട്രെൻഡ് ഔട്ട് ആകാത്ത ഒരു പ്രൊഡക്റ്റും കൂടെയാണ് നമ്മുടെ ജോർജറ്റിന്റെ അനാർക്കലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ലൈറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ്. നമ്മുടെ ഒലിവ് ഗ്രീൻ്റെ പിസ്സ ഗ്രീൻ്റെ ഒക്കെ കുറെ കൂടെ ലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡും കൂടെ ആട്ടോ. അതിന് കോമ്പിനേഷൻ ആയിട്ടും ഇതിനകത്തേക്ക് വന്നേക്കുന്ന ബ്ലാക്ക് കളറിലെ ത്രെഡ് എംബ്രോയിഡറി ആണ്. അതുകൊണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഓഫ് വൈറ്റിനകത്തേക്ക് കുറച്ചൊരു ലൈറ്റ് ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ഒക്കെ കൂടെ ഒരു ബ്ലെൻഡിങ് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് കോമ്പിനേഷൻ ആയിട്ട് ബ്ലാക്ക് കളറിലെ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഈസ്റ്റർ വിയർ ഒക്കെ ആയിട്ട് നമുക്കൊരു ചർച്ച് വിയർ ആയിട്ടോ ബാപ്റ്റിസത്തിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. റെഡി ടു ഡിസ്പാച്ചിലേക്കുള്ള പ്രൊഡക്റ്റുകളാണ്, ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.